ഹായ് കൂട്ടുകാരെ, കൗതുക കണ്ണാടിയുടെ ഞായറാഴ്ച സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. സസ്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പച്ചപ്പും പൂക്കളും ഒക്കെയാണല്ലേ. എന്നാൽ പ്രാണികളെയും ചെറിയ എലികളെയും വരെ പച്ചയോടെ പിടിച്ചു തിന്നുന്ന ക്രൂരന്മാരായ ചില ചെടികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് കൗതുക കണ്ണാടിയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് മാംസഭുക്കുകളായ സസ്യങ്ങളെയാണ്. സാധാരണ സസ്യങ്ങൾ സൂര്യപ്രകാശവും വെള്ളവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുമ്പോൾ ചില ചെടികൾ തങ്ങളുടെ പോഷകാഹാരത്തിനായി ജീവികളെ ആശ്രയിക്കുന്നു. നൈട്രജൻ വളരെ കുറഞ്ഞ മണ്ണിൽ വളരുന്നത് കൊണ്ടാണ് ഇവ ഇങ്ങനെ വേട്ടക്കാരായി മാറുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ചില നോൺ വെജ് ചെടികളെ പരിചയപ്പെടാം. വീനസ് ഫ്ലൈ ട്രാപ്പ് ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രശസ്തൻ. ഇതിന്റെ ഇലകൾ ഒരു കെണി പോലെയാണ് ഇരിക്കുന്നത്. ഇലയ്ക്കുള്ളിലെ സെൻസറുകളിൽ ഒരു പ്രാണി വന്നിരുന്നാൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഇലകൾ കൂട്ടിമുട്ടും. പിന്നെ ആ പ്രാണിക്ക് പുറത്തു പോകാൻ കഴിയില്ല. ഇലകൾക്കുള്ളിലെ ദഹനരസങ്ങൾ ഉപയോഗിച്ച് ആ പ്രാണിയെ ഈ ചെടി സാവധാനം ദഹിപ്പിച്ചെടുക്കും. ഇവ പ്രധാനമായും അമേരിക്കയിലെ നോർത്ത്, സൗത്ത് കരോലിന സംസ്ഥാനങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലാണ് കാണപ്പെടുന്നത്. പിച്ചർ പ്ലാന്റ് കാണാൻ ഒരു കുടുക്ക പോലെ ഇരിക്കുന്ന ഈ ചെടി പ്രാണികളെ ആകർഷിക്കാൻ ഒരു പ്രത്യേക മണം പുറപ്പെടുവിക്കുന്നു. ഈ മണം പിടിച്ചു വരുന്ന പ്രാണികൾ കുടുക്കയുടെ വഴുക്കലുള്ള വശങ്ങളിൽ തെന്നി ഉള്ളിലെ ദ്രാവകത്തിലേക്ക് വീഴുന്നു. ചില വലിയ പിച്ചർ പ്ലാന്റുകളിൽ ചെറിയ തവളകളും എലികളും വരെ കുടുങ്ങാറുണ്ട്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ മഴക്കാടുകളിലാണ് ഇവ ധാരാളമായി ഉള്ളത്. ഇന്ത്യയിൽ മേഘാലയയിലെ ഖാസി കുന്നുകളിൽ ഇവയെ കാണാം. സൺഡ്യൂ ഇതിന്റെ ഇലകളിൽ മഞ്ഞുതുള്ളികൾ ഇരിക്കുന്നത് പോലെ തോന്നും. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പശയാണ്. പ്രാണികൾ ഇതിൽ വന്നിരുന്നാൽ ഉടൻ തന്നെ ഒട്ടിപ്പോകും. പതുക്കെ ഇലകൾ ചുരുണ്ട് പ്രാണിയെ വരിഞ്ഞു മുറുക്കി കൊല്ലുകയാണ് ഇതിന്റെ രീതി. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവയെ കാണാം. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലും ദക്ഷിണാഫ്രിക്കയിലുമാണ് ഇവയുടെ വൈവിധ്യമാർന്ന ഇനങ്ങൾ കൂടുതലായി ഉള്ളത്. കോബ്ര ലില്ലി പത്തി വിടർത്തി നിൽക്കുന്ന രാജവെമ്പാലയെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. സത്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പിച്ചർ പ്ലാന്റുകളുടെ ഒരടുത്ത ബന്ധുവാണ് ഇവൻ. പിച്ചർ ചെടികൾക്ക് മുകളിൽ ഒരു അടപ്പുണ്ടെങ്കിൽ കോബ്ര ലില്ലിക്ക് പാമ്പിന്റെ പത്തി പോലെയുള്ള ഭാഗമാണുള്ളത്. ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്ന പ്രാണികൾ പത്തിയുടെ സുതാര്യമായ ഭാഗങ്ങളിലൂടെ വെളിച്ചം വരുന്നത് കണ്ട് അത് പുറത്തേക്കുള്ള വഴിയാണെന്ന് തെറ്റിദ്ധരിക്കും. പുറത്തു കടക്കാൻ പാഞ്ഞു നടക്കുന്ന പ്രാണികൾ അവസാനം തളർന്ന് ചെടിയുടെ ഉള്ളിലെ ദഹനരസങ്ങളിലേക്ക് വീഴുന്നു. വടക്കൻ കാലിഫോർണിയയിലെയും ഒറിഗണിലെയും തണുത്ത നീരുറവകൾ ഉള്ള പ്രദേശങ്ങളിലാണ് ഇവ വളരുന്നത്. ബ്ലാഡർ വേർട്ട് ഇതൊരു വെള്ളത്തിൽ വളരുന്ന സസ്യമാണ്. വെള്ളത്തിനടിയിൽ ചെറിയ സഞ്ചി പോലെയുള്ള കെണികൾ ഇവയ്ക്കുണ്ട്. ഒരു ചെറിയ ജലജീവി ഇതിന്റെ അടുത്തുകൂടി നീന്തി പോകുമ്പോൾ സെക്കൻഡിന്റെ 100-1 വേഗതയിൽ ഈ സഞ്ചി തുറന്ന് ജീവിയെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സസ്യക്കെണിയാണിത്. തടാകങ്ങളിലും കുളങ്ങളിലും ചതുപ്പുകളിലും ഇവയെ കാണാൻ സാധിക്കും. കേരളത്തിലെ ചില ജലാശയങ്ങളിലും ഇവയുടെ സാന്നിധ്യമുണ്ട്. ട്രൈഫിയോഫില്ലം ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണിത്. ഈ ചെടി ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ് മാംസഭുക്കാകുന്നത്. പൂവിടുന്നതിന് തൊട്ടു മുൻപ് നൈട്രജൻ അധികമായി ആവശ്യമായി വരുമ്പോൾ ഇത്
ഇലകളിൽ പശ ഉൽപ്പാദിപ്പിച്ച് പ്രാണികളെ പിടിക്കാൻ തുടങ്ങും. പ്രാണികളെ പിടിക്കാൻ പ്രത്യേകമായി നീളമുള്ള ഇലകൾ ഈ സമയത്ത് ഇവയിൽ ഉണ്ടാകുന്നു. ആവശ്യം കഴിഞ്ഞാൽ ഇവ വീണ്ടും ഒരു സാധാരണ വള്ളിച്ചെടിയായി മാറുന്നു. അപ്പോൾ കൂട്ടുകാരെ, പ്രകൃതിയുടെ ഈ അതിജീവന തന്ത്രങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതല്ലേ? സസ്യലോകത്തെ ഈ വിചിത്ര വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കൗതുക വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കൗതുകവുമായി അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. ബൈ.